നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അപേക്ഷിക്കാത്ത ഒരു ലോൺ നിങ്ങളുടെ പേരിൽ സിബിൽ റിപ്പോർട്ടിൽ കാണുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ ഭാവിയിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെയും പുതിയ വായ്പ എടുക്കാനുള്ള സാധ്യതകളെയും അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഇടയ്ക്കിടെ സ്വന്തം ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും സംശയാസ്പദമായ ലോൺ, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ വായ്പ അന്വേഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? നിങ്ങളുടെ പേരിലുള്ള വായ്പകളുടെ വിവരങ്ങൾ പരിശോധിക്കാൻ അംഗീകൃത ക്രെഡിറ്റ് ബ്യൂറോകളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ട്രാൻസ് യൂണിയൻ, സിബിൽ ഉൾപ്പെടെയുള്ള ക്രെഡിറ്റ് ബ്യൂറോകളിൽ നിന്ന് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കാം. സിബിൽ പ്രകാരം ഓരോ കലണ്ടർ വർഷത്തിലും ഒരു സൗജന്യ സിബിൽ ക്രെഡിറ്റ് റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള അവസരമുണ്ട്. റിപ്പോർട്ട് ലഭിച്ചാൽ അതിലെ അക്കൗണ്ടുകൾ എന്ന വിഭാഗം പ്രത്യേകം പരിശോധിക്കുക. നിങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ വായ്പകളും ക്രെഡിറ്റ് കാർഡുകളും അവിടെ കാണുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ഒരിക്കലും എടുത്തിട്ടില്ലാത്ത ഒരു വ്യക്തിഗത വായ്പ, വാഹന വായ്പ, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവ നിങ്ങളുടെ പേരിൽ കാണുന്നുണ്ട് എങ്കിൽ അത് അവഗണിക്കരുത്. അപരിചിതമായ ഒരു വായ്പ എൻട്രി കണ്ടതുകൊണ്ട് മാത്രം എന്റെ പാൻ കാർഡ് തട്ടിപ്പിന് ഇരയായി എന്ന് ഉടൻ തീരുമാനിക്കുകയും ചെയ്യരുത്. ആദ്യം വായ്പ ഏത് ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് പരിശോധിക്കണം. വായ്പ മാത്രമല്ല, ലോൺ എൻക്വയറികളും പരിശോധിക്കണം. ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നിലവിലുള്ള വായ്പകൾ മാത്രമല്ല, നിങ്ങളുടെ പേരിൽ നടന്നിട്ടുള്ള വായ്പ അന്വേഷണങ്ങളും പരിശോധിക്കുന്നത് പ്രധാനമാണ്. ഇനി പലർക്കുമുള്ള സംശയമാണ് പാൻ കാർഡ് മാത്രം നോക്കി ഇത് കണ്ടെത്താനാകുമോ എന്നത്. പാൻ കാർഡ് നമ്പർ മാത്രം ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നിങ്ങളുടെ പേരിലുള്ള എല്ലാ തട്ടിപ്പ് വായ്പകളും കണ്ടെത്താം എന്നല്ല. നിങ്ങളുടെ പാൻ വിവരങ്ങൾ ഉപയോഗിച്ച് ക്രെഡിറ്റ് സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ് ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കാണാനാവുക. അതിനാൽ നിങ്ങളുടെ പേരിലുള്ള വായ്പകളും ക്രെഡിറ്റ് അക്കൗണ്ടുകളും പരിശോധിക്കാൻ ഔദ്യോഗിക ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയാണ് കൂടുതൽ വിശ്വസനീയമായ മാർഗം. അതോടൊപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൂടി പരിശോധിക്കുക. നിങ്ങൾ എടുത്തിട്ടില്ലാത്ത വായ്പയുടെ EMI നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ടോ? അപരിചിതമായ ഓട്ടോ ഡെബിറ്റുകൾ ഉണ്ടോ? ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പാൻ കാർഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക സംവിധാനത്തിലുള്ള വാർഷിക വിവര സ്റ്റേറ്റ്മെന്റും പരിശോധിക്കുന്നത് സഹായകരമാണ്. നിങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ അവിടെയും കാണാൻ സാധിക്കും. അതുകൊണ്ട് ക്രെഡിറ്റ് റിപ്പോർട്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ആദായ നികുതി രേഖകൾ എന്നിവ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് സംശയാസ്പദമായ ഇടപാടുകൾ നേരത്തെ കണ്ടെത്താൻ സഹായിക്കും. ഇനി വ്യാജ ലോൺ കണ്ടെത്തിയാൽ ആദ്യം എന്തു ചെയ്യണമെന്ന് കൂടി പറയാം. നിങ്ങൾ ഒരിക്കലും എടുത്തിട്ടില്ലാത്ത ഒരു ലോൺ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയാൽ ആദ്യം ബന്ധപ്പെട്ട ബാങ്കിനെയോ ധനകാര്യ സ്ഥാപനത്തെയോ ഉടൻ ബന്ധപ്പെടുക. ഈ വായ്പ നിങ്ങളുടേതല്ല എന്ന് ഔദ്യോഗികമായി അറിയിക്കുക. വായ്പ അക്കൗണ്ട് നമ്പർ, വായ്പ അനുവദിച്ച തീയതി, തുക തുടങ്ങിയ വിശദാംശങ്ങൾ ബാങ്കിൽ നിന്ന് ആവശ്യപ്പെടുക. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിക്കുക. അതിനുശേഷം സിബിലിൽ തർക്ക പരിഹാര അപേക്ഷ നൽകാവുന്നതാണ്. സിബിലിന്റെ ഔദ്യോഗിക സംവിധാനത്തിൽ അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങൾക്കും എൻക്വയറികൾക്കുമെതിരെ തർക്കം ഉന്നയിക്കാൻ സാധിക്കും. സിബിൽ നിങ്ങളുടെ പരാതി ബന്ധപ്പെട്ട ബാങ്കിനോ ധനകാര്യ സ്ഥാപനത്തിനോ കൈമാറി വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്യും.